നിർന്നായ നിർന്നായ വാ നിർന്നായ വാ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ ഞായറാഴ്ചയായിട്ട് ചൂണ്ടാൻ വന്നേക്കാണ്. അപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ അന്തിക്കാട് കോൾപ്പാടത്താടാ. പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോണത് ലാർക്കിൻ്റെ ഗപ്പി മാത്രമല്ല, നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിസാർഡും ഉണ്ട് കേട്ടോ. ലിസാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രോഗാണ്. ഓക്കെ, ഇപ്പോഴായാലും പണ്ടായാലും മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഫ്രോഗാണ് ലിസാർഡ്. കാരണം ഒരുപാട് ചെറുമീനും ഒരുപാട് നല്ല ഹെവി ബ്രാലും അടിച്ച് കയറ്റിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഫ്രോഗാണ് ലിസാർഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് മീൻ പിടിച്ച് നോക്കാം. ഓക്കെ, രണ്ടും മാറി മാറി കയറിയാം നമുക്ക് എന്തായാലും ഇന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിടക്കാം. അച്ചോ കഴിച്ചാറണ്ട പോയാ അല്ല ചേർന്നല്ല നമ്മുടെ സാധാ വളർത്തണ്ട. ഓ വാട്ടാ മീൻട്ടാ, അടിപൊളി സാധനം. ശരി, അപ്പം നമ്മുടെ റിയൽ വാരിയർ ലിസാർഡിൻ്റെ ഒരു പട തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. ചിമ്മിട്ട സാധനം. ഒരു 1.5 കിലോ റേഞ്ചിലൂടെ അടിപൊളി സാധനം. വീട് ചേറാൻ കുട്ടിയാ. ഗൈസ്, അതെ നമുക്കൊരു ഐഡിയ ചെയ്യാം. കാരണം വെച്ചാൽ ഇത് ഓപ്പൺ സ്പേസാണ്. ഇതിൻ്റെ അടിഭാഗമില്ലേ ഇത്തിരി വെള്ളത്തിന് മുകളിലല്ലാണ്ട് ഇത്തിരി താഴ്ന്നിട്ട് ഫുൾ ചണ്ടിയാണ്. അപ്പോൾ ഇതിനിവിടെ നല്ല സ്ട്രൈക്കിന് കിട്ടാറുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് നല്ല നോയ്സുള്ള ഫ്രോഗ് വേണം. അപ്പോൾ നമ്മുടെ ഈ ലാർക്കിൻ്റെ ഈ ഫ്രോഗ് നല്ല നോയ്സാണ്, പക്ഷേ ലിസാർഡിന് അത്ര വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ സ്പിന്നർ എടുത്തിട്ട് ലിസാർഡുമ്മേക്ക് ഇടാം, എന്നിട്ട് അതിരിച്ച് കാസ്റ്റ് ചെയ്യാടാം. അപ്പോൾ അത്യാവശ്യം നല്ല നോയ്സും ഉണ്ടാവും, പെട്ടെന്ന് മീടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെ ചെയ്യാം. ഈ ഫ്രോഗിൻ്റെ ഈ സ്പിന്നർ എടുത്തിട്ട് ലിസാർഡുമ്മേക്ക് ഇടാം. ഓക്കെ, പിന്നെ വെച്ചാലേ എനിക്ക് തോന്നിയൊരു എൻ്റെ അഭിപ്രായം കേട്ടോ. എനിക്കിഷ്ടം വെച്ചാൽ ഫ്രോഗ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കണം. അപ്പോൾ അങ്ങനത്തെ ഫ്രോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും നല്ല മീനടിക്കും, ഭയങ്കര മീടിക്കാറുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസാർഡ് വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കും. അപ്പോൾ അത് ഏത് സ്പിന്നർ ഇട്ടാലും നല്ല ആക്ഷൻ കാണിക്കും ലിസാർഡുമ്മേ. അങ്ങനൊരു ഗുണം ലിസാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗപ്പി ഇപ്പോൾ നിലവിൽ ഞാൻ അറിഞ്ഞതിൽ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇത്തിരി ഫാസ്റ്റിൽ വലിച്ചാൽ വെള്ളത്തിന് മുകളിൽ കയറുള്ളൂ സാധനം.
അപ്പോൾ നമുക്ക് ലിസാർഡ് വെച്ച് നോക്കി നോക്കാം. ലിസാർഡ് വെള്ളത്തിൽ പൊക്കി കൊടുക്കും. സംഭവം 10-12 ഗ്രാം വെയിറ്റ് ഉണ്ട് ലിസാർഡ്. എന്നാലും ഇതിൻ്റെ ഷേപ്പ് വേണ്ട. ഈ ബാക്കിൽ വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എടുക്കുക വെള്ളത്തിൻ്റെ മുകളിൽ. എന്നിട്ട് അത് ശരിക്കും ഇങ്ങനെ തട്ടി ഇങ്ങനെ വരും ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നല്ല നോയ്സ് ഉണ്ടാക്കി വരിക ചെയ്യുക അതിന് നോർമൽ സ്പിന്നറിൽ തന്നെ. അപ്പോൾ ഇതൊന്നും കൂടി നോയ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്പിന്നർ മാറ്റിയിട്ട് മറ്റേ ഗപ്പിയുടെ സ്പിന്നർ ഇട്ടാ. സ്ട്രൈക്ക് ലിസാർഡിലെ ഫസ്റ്റ് മീൻ കേട്ടോ. ആയി വാ ചേട്ടാ. നമ്മുടെ ലിസാർഡിൽ റിയൽ വാരിനർ ലിസാർഡിൽ ഒരു മീൻ കറിയുണ്ട്. ഏകദേശം ഒരു 1 കിലോ റേഞ്ചുള്ള നല്ലൊരു മീൻ കേട്ടോ. കേട്ടോ നമ്മുടെ ലിസാർഡിൽ നോക്കിയാൽ സൂപ്പർ ഹുക്ക് കേട്ടോ. പാട്ട സാധനം, ഒരു അടിപൊളി മീൻ കേട്ടോ. ഗൈസ്, ഇതേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കേട്ടോ. അപ്പോൾ അധികം വേണ്ട ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഗൈസ്, ഇതേ നോക്കിയും കണ്ടും കാസ്റ്റ് ചെയ്തില്ല ഇങ്ങനെ ഇരിക്കട്ടോ. അപ്പോൾ എല്ലാ ബൈക്ക് കാസ്റ്റിംഗ് യൂസേഴ്സും നോക്കിയും കണ്ടും കാസ്റ്റ് ചെയ്യുക. മീനുണ്ട് വെച്ചൊരു ആക്രാന്തം കൂട്ടരുത്, പിന്നെ 1-1.5 മണിക്കൂറോട്ട് ഇരിക്കേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ എത്ര നേരം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല, നോക്കട്ടെ.